തിരുവനന്തപുരത്തെ വേളിയിൽ കടലിൽ മൃതദേഹം കരക്കിടഞ്ഞു. 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിപ്പിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ കൊലപാതകമാണ് എന്ന പ്രാഥമികമായ സംശയമാണ്. രതീഷ, അങ്ങനെ സംശയിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വേളി കടൽ തീരത്ത് മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് ഇത് കണ്ടത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായി. ഒരു 50-60 വയസ്സൊക്കെ പ്രായം വരും. ഇപ്പോൾ ഇതിനകത്തൊരു ദുരൂഹതയുള്ളത് ഈ മൃതദേഹത്തിൻ്റെ 2 കൈയും കൂട്ടിക്കെട്ടിയ നിലയിലാണ്, മുണ്ട് ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കെട്ടി കടലിലേക്ക് ചാടാനോ ഒന്നുമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനൊക്കെയുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു കൊലപാതക സംശയം ഉണ്ടാകുന്നത്. മാത്രമല്ല, മൂക്കിലൂടെ രക്തം വന്ന് കട്ടപിടിച്ച നിലയിൽ കാണുന്നുണ്ട് ചില അടയാളങ്ങളൊക്കെ. അപ്പോൾ പോലീസിന് അതൊരു മർഡറാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് സംബന്ധിച്ച് ഇനി ഈ മരിച്ചത് ആരാണെന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അന്വേഷണം. അപ്പോൾ അതിനുവേണ്ടി ഈ സ്ഥലത്തെ മിസ്സിംഗ് കേസുകളൊക്കെ പരിശോധിക്കുന്നത്, സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. വലിയ കാലപ്പഴക്കം ഈ മൃതദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് കരുതുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായ സംഭവമാകാനും സാധ്യതയില്ല. ഇപ്പോൾ അതിനും മറ്റ് സ്ഥലങ്ങളിൽ, ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റ് ഏതെങ്കിലും തീരപ്രദേശങ്ങളിൽ നടന്നതാണോ? കാരണം അവിടുന്ന് ഒഴുകി ഈ വേളിത്തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേഷനിലേക്കും അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകളും അന്വേഷണവും നടക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും.